ക്രിക്കറ്റിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വനിതകൾ. ഭാരതത്തിലെ ടീം കൂടുതൽ ശക്തമായൊരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ്. അയർലാൻഡിനെതിരായ മൂന്നാം ഏകദിനത്തിലാണ് 304 റൺസിൻ്റെ റെക്കോർഡ് വിജയവുമായി ഇന്ത്യൻ വനിതകൾ ശക്തമായൊരു സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ ചേരുന്നുണ്ട്. നിഖിൽ, എത്രത്തോളം ആവശ്യമാണ് ഈ ഒരു വിജയം? വിഷ്ണു, തീർച്ചയായും 304 റൺസിൻ്റെ ഒരു തകർപ്പൻ വിജയം ചരിത്രം രചിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വനിതകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അയർലൻഡിനെതിരായ കൂറ്റൻ ജയം 304 റൺസിൻ്റെ ഒരു കൂറ്റൻ ജയം തന്നെയാണ് ഇന്ത്യൻ വനിതകൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് വനിതകളുടെ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വിജയം കൂടിയാണ് ഇത് എന്ന് പറയാൻ സാധിക്കും. ഇന്ത്യൻ താരങ്ങളുടെയൊക്കെ മികച്ച പ്രകടനം, അത് ഒപ്പം തന്നെ എടുത്തു പറഞ്ഞ കാര്യം 435 എന്നൊരു കൂറ്റൻ സ്കോർ കൂടി ഇന്ത്യൻ വനിതകൾ നേടിയിട്ടുണ്ട്. അതായത് വനിതാ ക്രിക്കറ്റിൽ ഒരു 400-ന് മുകളിൽ സ്കോർ നേടുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും ഉയർന്ന സ്കോറായ 435 എന്ന ആ ഒരു സ്കോറിലേക്ക് ഇന്ത്യ എത്തുകയായിരുന്നു. 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യൻ വനിതകൾ 435 റൺസ് അടിച്ചു കൂട്ടിയത്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിലേക്ക് വന്നാൽ ആദ്യ വിക്കറ്റിൽ തന്നെ, ഓപ്പണിങ്ങിൽ തന്നെ പ്രതിക റവാലും നായിക സ്മൃതി മന്ദാനയും ചേർന്ന് മികച്ചൊരു ഇന്നിങ്സ് കെട്ടിപ്പടുക്കാൻ മികച്ചൊരു കൂട്ടുകെട്ട് തന്നെ അവർ ചേർന്ന് ഇന്ത്യക്ക് വേണ്ടി നൽകി. 154 റൺസ് എടുത്താണ് പ്രതിക റവാൽ പുറത്തായത്. സ്മൃതി മന്ദാന 80 പന്തിൽ 135 റൺസ് എടുത്താണ് പുറത്തായത്. ഇരുവരും ചേർന്ന് മികച്ചൊരു അടിത്തറ തന്നെ ടീം ഇന്ത്യക്ക് നൽകി. ആ ഒരു അടിത്തറയിലാണ് ഇന്ത്യൻ ടീം 435 എന്നൊരു കൂറ്റൻ സ്കോർ അടിച്ചുകൂട്ടിയത്. പിന്നീട് വന്ന റിച്ച ഘോഷ് 42 പന്തിലും 59 റൺസ് സ്വന്തമാക്കി. പിന്നീട് തേജസ് ഹസബിൻസ് 28-ഉം ഹറിൻ ഡെയോൾ 15 റൺസ് എടുത്തു. ജെമിമ റോഡ്രിഗസ് 4 റൺസും ദീപ് ശർമ്മ 11 റൺസ് എടുത്തും പുറത്താകാതെ നിൽക്കുകയായിരുന്നു. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധേയകരമായ കാര്യം ആ ഓപ്പണിംഗ് വിക്കറ്റിലെ ഇരുവരുടെയും ആ ഒരു കൂട്ടുകെട്ട് തന്നെയാണ്. 154 റൺസ് 129 പന്തിൽ നിന്നും 154 റൺസ് നേടിയ പ്രതിക റവാലിൻ്റെയും ഒപ്പം സ്മൃതി മന്ദാനയുടെയും 135 റൺസ് എടുത്ത സ്മൃതി മന്ദാനയുടെയും ആ ഒരു പ്രകടനം അതുതന്നെയാണ് ടീം ഇന്ത്യക്ക് മികച്ചൊരു സ്കോർ സമ്മാനിച്ചത്. ഒപ്പം തന്നെ ബാറ്റിങ്ങിലും ഒപ്പം തന്നെ ബൗളിങ്ങിലും ടീം ഇന്ത്യ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്ന് പറയാൻ സാധിക്കും. കാരണം 3 വിക്കറ്റുമായി ദീപ്തി ശർമ്മ 8.4 ഓവറിൽ 27 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ സ്വന്തമാക്കി. എടുത്തു പറയേണ്ടത് 2 മെയ്ഡിനും അതിലുണ്ടായിരുന്നു എന്നാണ്. അതായത് റൺസ് ഒന്നും എടുക്കാത്ത 2 ഓവറുകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദീപ്തി ശർമ്മ 3 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ തനുജ കൻവാർ 2 വിക്കറ്റും ഒപ്പം സയാലിയും സദുവും മിന്നുമണിയും ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയുണ്ടായി. അങ്ങനെ ഈ ഒരു ബൗളിങ്ങിലെയും ബാറ്റിങ്ങിലെയും ഒരേപോലെയുള്ള പ്രകടനം, മികച്ച പ്രകടനം, ഒരു ഓൾറൗണ്ട് പ്രകടനത്തിൽ ടീം ഇന്ത്യ ഒരു ചരിത്ര ജയം തന്നെ കുറിച്ചിരിക്കുകയാണ്. വിഷ്ണു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചരിത്രത്തിൽ ഇടം നേടിയ ഒരു മത്സരം തന്നെയായിരുന്നു ഇത് എന്ന് പറയാൻ സാധിക്കും. നേരത്തെ പറഞ്ഞല്ലോ 435 എന്നൊരു കൂറ്റൻ സ്കോർ, അത് ആ ഒരു അയർലൻഡിന് മുന്നിൽ ആ 435 എന്നൊരു കൂറ്റൻ സ്കോർ ഇന്ത്യ പടുത്തൊരു ഉയർത്തുന്നു. 436 എന്നൊരു വലിയ വിജയലക്ഷ്യം അവർക്ക് മുന്നിൽ വെക്കുന്നു. തിരിച്ച് അവരെ 131 റൺസിന് 31.4 ഓവറിൽ വെറും 131 റൺസിന് പുറത്താക്കുന്നു. അങ്ങനെ 304 റൺസിൻ്റെ ഒരു കൂറ്റൻ ജയം ഇന്ത്യ സ്വന്തമാക്കുന്നൊരു കാഴ്ചയുണ്ട്. ഇതിലെടുത്ത് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. 3 മത്സരങ്ങളുടെ ആ ഒരു പരമ്പരയിൽ ഇന്ത്യ നിലവിൽ ആ ഒരു പരമ്പര ഇന്ത്യ 3-0 തൂത്തുവാരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് 3 മത്സരങ്ങളും ആ ഒരു പരമ്പരയിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച്, അതായത് എല്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച്, ഓരോ മത്സരങ്ങളിലും ഓരോന്നിലും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച് 3 മത്സരങ്ങളുടെ ആ ഒരു പരമ്പര 3-ലും ജയിച്ച പരമ്പര തൂത്തുവാരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യൻ വനിതകളുടെ ഒരു മികച്ച പ്രകടനം അതുതന്നെയാണ് നിർണായകമായത്. നേരത്തെ പറഞ്ഞ പോലെ ബാറ്റിങ്ങിലും ഒപ്പം തന്നെ ബൗളിങ്ങിലും എല്ലാ താരങ്ങളുടെയും പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഇതിൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം മിന്നുമണിയുടെ ഒരു പ്രകടനമാണ്. മിന്നുമണി 1 വിക്കറ്റും 6 ഓവറിൽ 22 റൺസ് മാത്രം വഴങ്ങി 1 വിക്കറ്റും മിന്നുമണി സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ഇതിൽ നമുക്ക് മത്സരത്തിൻ്റെ മറ്റു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് പ്രതിക റവാലാണ്. പ്ലെയർ ഓഫ് ദ സീരീസ് ആയതും പ്രതിക റവാൽ തന്നെയാണ് എന്നുള്ളതാണ്. 310 റൺസ് ഈ ഒരു ടൂർണമെൻറ്റിൽ, ഈ ഒരു പരമ്പരയിലുടനീളം 310 റൺസാണ് നേടിയത് പ്രതിക. ആ ഒരു പ്രതികയാണ് ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ താരം. ഒപ്പം തന്നെ ഈ കളിയിലെ താരമായി പ്രതിക 154 റൺസ് കൂട്ടിച്ചേർത്ത പ്രതി തന്നെയാണ് കളിയിലെയും ഒപ്പം തന്നെ ടൂർണമെൻറ്റിലെയും താരമായി മാറിയത്. വിഷ്ണു, ശരി, അയർലൻഡിനെതിരായ മൂന്നാം ഏകദിനത്തിലാണ് 304 റൺസിൻ്റെ റെക്കോർഡ് വിജയവുമായി ഇന്ത്യൻ വനിതകൾ കരുത്തരായി മാറിയിരിക്കുന്നത്. ഭാരതത്തിൻ്റെ നിർണായകമായ ഒരു സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. ശക്തമായ ഒരു പോരാട്ടത്തിനൊടുവിലാണ് ഒരു ചരിത്ര വിജയം ഭാരതത്തിന് വേണ്ടി ഇന്ത്യൻ വനിതകൾ സമ്മാനിക്കുന്നത്. നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.